വട്ടിന്റെ ഗുളിക കഴിച്ച ഞാൻ ഇല്ലടാ നിന്റെ പെണ്ണുപിള്ള എടുത്തോണ്ട് പോയില്ലേ വട്ടിന്റെ ഗുളിക, പിന്നെ ഞാൻ എങ്ങനെ കഴിക്കുന്നത്? എന്റെ കമന്റ് ബോക്സ് മുഴുവൻ അതാന്ന് തോന്നുന്നു. എന്തൊക്കെ തെറിയാ വിളിക്കുന്നത് എന്റെ പെണ്ണു. എനിക്ക് ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത്. അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനൊരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എൻ്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, രേണുസുതിയാണ് വിഷയം. രേണുസുതി ഒരു നടക്ക് പോകുന്നില്ല. രേണുസുതി രണ്ടും കൽപ്പിച്ചാണ്. രേണുസുതിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്നാണ് എനിക്ക് സംശയമുണ്ട്. കാരണം അവർക്ക് എന്തോ ആനന്ദമാണ് മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ജോലികള്, മറ്റു പലരും ചെയ്യുന്ന അവരുടെ ജീവിത ഉപാധികൾ എല്ലാം തകർത്ത് തച്ചുടച്ചിട്ട് അവരിൽ നിന്ന് മാറി നിന്ന് കൈ കൊട്ടി ചിരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് രേണുസുതി നോർമൽ ആയിട്ട് ഒരു വ്യക്തിയല്ല, അബ്നോർമൽ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സൈലന്റ് ആയിട്ടുള്ള ഒരു സൈക്കോപാത്ത് ലെവലാണ് രേണുസുതിയുടെ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതിയാണ്. രേണുസുതി 2025 കത്തിച്ചതുപോലെ 2026 കത്തിക്കാൻ, സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് എനിക്ക് തോന്നുന്നു. അപ്പം ഇപ്പം എന്താണ് നമ്മുടെ ഫിറോസിക്കയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് ഏകദേശം കിച്ചു വന്ന് കലാശക്കൊട്ട് നടത്തിയോടെ അതിനകത്ത് ഒരു വിരാമം ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്തത് നമ്മുടെ ബിഷപ്പിനെയാണ് പിടിച്ചോണ്ട് വരുന്നത്. അപ്പൊ സജീന ഇതിനകത്തൊന്ന് പതുക്കെ തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. പതുക്കെ ഞാൻ ഇതൊന്നും അറിയിട്ടില്ല നാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുകയാണോ? അപ്പൊ സജീനയുടെ ഈടെ ഇടുന്ന വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. പതുക്കെ ഒറ്റയടിക്കല്ല, പതുക്കെ രേണുസുതിയിൽ നിന്ന് ഒരു അകന്നു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സജീന രേണുസുതിയുടെ ഒപ്പം കൂടിയത് അവരുടെ ഒരു വീഡിയോ, അവരുടെ ഒരു ഇത് കിട്ടണം, ഡേറ്റ് കിട്ടണം. രേണുസുതി മൊത്തം ഒരു റീല് ചെയ്യണം, അല്ലെങ്കിൽ രേണുസുതി മൊത്തം ഒരു വീഡിയോസ് ചെയ്യണം, ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. അതൊക്കെയായിരുന്നു സജനയുടെ എയിം. അതിന് സജന ഏറ്റവും നന്നായിട്ട് കണ്ടെത്തിയ ഒരു മാർഗമാണ് രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സജനയുടെ ആവശ്യം കഴിഞ്ഞു. അവര് രേണുസുതി മൊത്തം 1-2 ഷോർട്ട് ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി വലിയ അത്യാവശ്യമില്ല, ഇനി അത് അതിന്റെ വഴിക്ക് ഓടിക്കുള്ളൂ. അപ്പം പതുക്കെ സജീന രേണുസുതിയുമായിട്ട് വിടുകയാണ്. അവർ ആവശ്യം കഴിഞ്ഞു. എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂടിയ ഒരു ചെങ്ങാത്തമാണ് രേണുസുതിയും സജനയും എന്നുള്ളത് എനിക്ക് അന്നേ നല്ല സംശയം ഉണ്ടായിരുന്നു. ഇപ്പം സംശയം ബലപ്പെട്ടു. ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സജീന ഇട്ട് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് രേണുസുതിയുടെ ചേച്ചി ബിഷപ്പിന്റെ ജോലിക്കാരെ ഫോൺ വിളിച്ചിട്ട് ബിഷപ്പിനോട് സംസാരിക്കും. ആ ഫോണിന് റെക്കോർഡ് ചെയ്യും. പിന്നീട് ആ റെക്കോർഡ് വെച്ചിട്ട് ബിഷപ്പ് ഡബിൾ സ്റ്റാൻഡ് നിൽക്കുന്നു, 2 വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്നു. അതായത് ബ്ലോഗേഴ്സിനെ കുറ്റം പറഞ്ഞു, രേണുസുതിയുടെ ചേച്ചിക്കൊപ്പം നിന്ന് സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ സജീന ഈയിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ മഹാപ്രകൃതമാണ് ചെയ്തത്. അതിൽ യാതൊരു സംശയമില്ല. ആവശ്യത്തിനും അധികമായി. അപ്പൊ ഇനിയെങ്കിലും ഈ മാതിരി ഊളത്തരം കാണിച്ചുകൊണ്ട് രേണുസുതി കാണിക്കും. ഊളത്തരത്തിന്റെ അങ്ങേയറ്റം കാണിക്കും. അവർക്ക് എത്ര അച്ഛനുണ്ടെന്ന് പോലും അറിയത്തില്ല. അതുപോലത്തെ പരിപാടിയാണ് രേണുസുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം ഫിറോസിക്കാരുടെ തലമണ്ട കയറാൻ പറ്റത്തില്ല. എന്നാലും കിച്ചു കലാശക്കൊട്ട് നടത്തി അതവിടെ അവസാനിച്ചു. അപ്പൊ രേണുസുതിക്ക് എന്നാലും കോൺട്രവേഴ്സിക്ക് നിൽക്കണം. അതായത് നമ്മുടെ സജന തന്നെ പറഞ്ഞിട്ടുണ്ട്, രേണുസുതി പലതും ക്രിയേറ്റ് ചെയ്യുകയാണ്. അവർക്ക് സോഷ്യൽ മീഡിയ ലൈംലൈറ്റ് നിർത്താൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങളാണ് മണ്ടന്മാര്, ഞങ്ങൾ മണ്ടന്മാരൊന്നും അല്ല. ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം രേണുസുതി ഓരോന്ന് ഉണ്ടാക്കി ഇടുന്നതാണെന്ന് വെച്ചാൽ രേണുസുതിയുടെ ബുദ്ധിയല്ല ഞങ്ങളുടെ ബുദ്ധി. നിങ്ങളെ പോലുള്ള ഉടായ്പകളെ ഞങ്ങള് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെക്കാൾ ഉടായ്പായിരിക്കണം ഞങ്ങൾ. അതായത് ഇവ മനസ്സിലാക്കണം. അപ്പം ബിബിയോട് നമ്മുടെ ബിഷപ്പ് കുറച്ച് കാര്യങ്ങൾ വോയിസ് റെക്കോർഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റെക്കോർഡും ആ വോയിസ് നമുക്ക് കേട്ടിട്ട് ഇതിനൊരു മറുപടി പറയാം. അല്ലെ, വ്യക്തിത്വത്തിനുടമയാണ്. ഓരോരുത്തരുടെ ഫീലിംഗ് ഓരോ രീതിയിലാണ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നും, എനിക്ക് നെഗറ്റീവായിട്ട് തോന്നും. എനിക്ക് പോസിറ്റീവായിട്ട് തോന്നും, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ചുമ്മാ വന്നിരുന്ന് വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല. പറയേണ്ടുന്ന പോലെ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജീന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കുകയോ ആരും ചെയ്യണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരുപാട് പേർക്ക് കോൺടാക്ട് കാണുമല്ലോ, ആ വോയിസ് അങ്ങ് ഇട്ട് തരാൻ പറ. വോയിസ് എന്തായാലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ആ വോയിസ് ഒന്ന് ഇട്ട് തരാൻ പറ. അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ ഇതാണ് സജനയുടെ ബ്ലോഗ് വഴി സജന വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. ഏതാണ്ടോ ബോംബുണ്ട്, കോപ്പുണ്ട്, കുടച്ചക്രം ഉണ്ട്, എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. സാധാരണ ഞാൻ ഇങ്ങനെ പറയുന്ന വ്യക്തിയല്ല. പക്ഷെ രേണുസുതിയെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അറിയാണ്ട് പറഞ്ഞ ഈ രേണുസുതി ജാസി ശിവരെയൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ വൈകാരിക രീതിയിലോട്ട് നമ്മൾ മാറും. നമുക്ക് അത്ര ദേഷ്യം വരും. കാരണം അതുപോലത്തെ തോന്നിവാസമാണ് ഈ പെണ്ണുങ്ങൾ എടുത്തിട്ട് കാണിക്കുന്നത്. ഒരു ശകലം പോലും ഒരു മര്യാദ, ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് അതില്ല. അത് പിന്നെ പോട്ടെ, ഒരു മര്യാദ. എന്നാലും എന്ത് വിചാരിക്കും അങ്ങനെ ഒരു സംഗതി, ഒരു അനുകമ്പ ഒന്നുമില്ലാത്ത കുറെ എണ്ണങ്ങൾ. കാരണം ഞാൻ മാത്രം എന്നുള്ള ചിന്താഗതിയും കൊണ്ട് ജീവിക്കുന്നത്. എത്ര നാൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് ജീവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇനി അച്ഛന്റെ ഭാഗത്തുനിന്ന് അച്ഛൻ ബീവിക്ക് പറയുന്ന കാര്യങ്ങൾ, ബീവിയോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേട്ടിട്ട് വരാം. നമസ്കാരം ബീവി. ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത്.
അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഇങ്ങനെ ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എൻ്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിന്റെ മൊബൈലിലേക്ക് ഒരു കോള് വരികയുണ്ടായി. അതേ സമയത്ത് ഇവിടെ ചായ കുടിയുടെ സമയമാണ്, 4 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എൻ്റെ എടുത്ത് തന്നു. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് പറഞ്ഞു. ശരി, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സുധിയുടെ ജ്യേഷ്ഠത്തിയാണ് എന്നോട് സംസാരിച്ചത്. എന്നോട് ചോദിച്ചു, തിരുമേനി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വിരോധമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ അതിന്റെ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി, ഇത് അങ്ങോട്ട് രേണുസുധിയുടെ വീട്ടിൽ നിന്ന് രേണുസുധിയുടെ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഇവരുടെ അച്ഛന്റെ സ്റ്റാഫിന്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് അച്ഛന് ഫോൺ കൊടുത്ത് സംസാരിച്ചിട്ട് ഫോൺ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്യണം. എന്തൊരു തരം താന്ന പരിപാടിയാണ്. നമ്മുടെ എത്ര വലിയ ശത്രുക്കളാണെന്നെങ്കിലും നമുക്കറിയാം അവർ നമുക്കെതിരായിട്ട് നിൽക്കുന്നത്, നമ്മൾ കാണാതെ നമ്മുടെ കുറ്റങ്ങളൊക്കെ പറയുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ചാടിത്തുള്ളി സംസാരിക്കില്ല. അപ്പം ഈ ബിഷപ്പ് എന്ന് പറഞ്ഞ ഒരാള് എന്താണ് സമാധാനത്തിന്റെ രീതിയിൽ, അതായത് ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളെ വിളിച്ചാലും അവരെ സമാധാനിപ്പിച്ചോണ്ടേ സംസാരിക്കുള്ളൂ. അതങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു സംസാരം വന്നപ്പോഴത്തേക്ക് അവരെ സമാധാനിപ്പിച്ച് സംസാരിച്ചതിന് എന്താണ് അത് റെക്കോർഡ് ചെയ്തിട്ട് അച്ഛൻ 2 വള്ളത്തിലും കാല് ചവിട്ടി നിന്ന്, അതൊക്കെ വളരെ മോശം. അച്ഛൻ എങ്ങനെ സംസാരിച്ചോട്ടെ, എങ്ങനെ സംസാരിച്ചാലും നിങ്ങൾക്ക് ഒരു 7 സെന്റ് സ്ഥലം തന്ന് സഹായിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വഴിക്ക് വിട്ടേക്കണം. എങ്ങനെയാണ് അച്ഛൻ ഇതിനകത്തോട്ട് വന്നത്? രേണുസുധി തന്നെ ഇങ്ങനെ കുത്തി അദ്ദേഹത്തിന് എടുത്തിട്ട് കൊടുത്തേക്കാണ്. സ്ഥലം ചതുപ്പുള്ള സ്ഥലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ പ്രകോപിതനായിട്ടാണ് അച്ഛൻ ഒരു ഇന്റർവ്യൂ കൊടുത്തത്. അപ്പൊ അച്ഛന്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അച്ഛന്റെ ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കും കുറച്ചധികം ഇന്റർവ്യൂ കൊടുത്തുപോയി. അപ്പൊ അച്ഛനുണ്ടായ വിഷമങ്ങൾ, കാരണം നമുക്ക് വിഷമം ഉണ്ടാവും. കാരണം നമ്മുടെ ഒരു പ്രോപ്പർട്ടി 1 രൂപ പോലും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ വലിയവർക്ക് ദാനം കൊടുത്ത് എങ്ങനെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അച്ഛനായതുകൊണ്ട് തല്ലി കൊടുത്തില്ല, പകരം എന്താണ് ഒരു ഇന്റർവ്യൂ ആൾക്കാർ വന്നപ്പോ ഇന്റർവ്യൂയിലൂടെ പ്രതികരിച്ചെന്ന് മാത്രമേ. ഞാനങ്ങനെ ആണെങ്കിൽ മടല് വെട്ടി അടിച്ചായിരുന്നേ. എല്ലാത്തിനും എന്റെ പറമ്പിൽ നിന്ന് ഞാൻ അടിച്ചോടിക്കുന്നത്. ഇനി ഒറ്റൊരെണ്ണം ഇങ്ങോട്ട് കയറി വന്നേക്ക്, അതിന്റെ പേരിൽ എന്ത് കേസ് പണ്ടാരം വന്നാലും അത് ഞാൻ അങ്ങ് സഹിച്ചെന്ന് ഞാൻ അങ്ങ് വിചാരിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു പരിപാടി ഞാനാണെ കാണിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അച്ഛനായതുകൊണ്ട് വളരെയധികം വൈകാരികമായിട്ട് അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു. അതൊന്നും വലിയ തെറ്റല്ല. അത് പിന്നെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് രേണുസുധി നീട്ടി വലിച്ചു നീട്ടി അത് ഇത്രത്തോളം എത്തിച്ചു എന്ന് വേണം പറയാൻ. ഇതാണ് വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത്. അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു. അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു, അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു. അവർ ഓരോ ദിവസം ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു. ചില ദിവസം എന്റെ പേര് പരാമർശിക്കുന്നു. എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എന്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വ്ളോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ. അങ്ങനത്തെ ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു വ്ളോഗർമാർക്ക് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്റെ ജോലി വേറൊരു ജോലിയാണ്. ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എന്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട്. ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല. വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവർ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമന്റ്സ് ഞാൻ എവിടെയും ഞാൻ എഴുതില്ല. ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ വ്ളോഗേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് വരെ രേണു സുധിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല. ഇന്ന് ഇതൊക്കെയാണ് അച്ഛന്റെ ഒരു അവസ്ഥ. അച്ഛന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നീ കേൾക്കുന്ന പ്രേക്ഷകർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തായിരുന്നു? അങ്ങനെ ഒരു എന്ത് ചെയ്തായിരുന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ രേണുസുധി കാണിക്കുന്ന പോക്കൃതരത്തിന് നമ്മൾ എങ്ങനെ സാധാരണക്കാരെങ്ങനെ പ്രതികരിക്കുമെന്ന്. അപ്പം രേണുസുധിയെ ഇഷ്ടമുള്ളവര് അതിന്റെ വഴിക്ക് പോയൊക്കെ എന്റെ വീഡിയോ കാണാൻ നിൽക്കണ്ട. രേണുസുധിയെ ഇഷ്ടമില്ല എന്നുള്ളവര് തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്ത് ഇത് കാണുവാൻ ശ്രമിക്കുക. കാരണം എത്രത്തോളം ആൾക്കാർക്ക് രേണുസുധി ഇഷ്ടമാണ് എന്ന് അറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പറഞ്ഞാണ്. അപ്പം എനിക്ക് ഈ രേണുസുധി കാണിക്കുന്ന രേണുസുധിയുടെ കൂട്ടുകാരികൾ രേണുസുധിക്ക് ബോധമില്ല. അപ്പൊ അവരുടെ വീട്ടുകാർക്ക് അത്തരം പോലും ഇല്ല. പക്ഷെ രേണുസുധിയുടെ സജിനയ്ക്കൊക്കെ തീരെ വെളിവും ബോധമില്ലാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ. അത്യാവശ്യം നിങ്ങൾ നല്ലൊരു കുടുംബത്തിലെ വ്യക്തിയല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി രേണുസുധിയെ കരിവാക്കുന്നു. രേണുസുധിക്ക് ഒരു തൽക്കാലം ഒരു സ്യൂഡോ ആയിട്ടുള്ള ഒരു എന്താണ് സപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരു സ്യൂഡോ സപ്പോർട്ട്, അതിനപ്പുറം ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ സജനയുടെ മനസ്സിൽ 100% അറിയാം രേണുസുധി കാണിക്കുന്ന എല്ലാം മോശമാണ് എന്ന് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വട്ടർ ഇറ്റ് അതൊക്കെ അവരുടെ കാര്യമാണ്. സോഷ്യൽ മീഡിയ എന്ത് പറയണം, എങ്ങനെ കോണ്ടന്റ് ചെയ്യണം, ഇതാണ് അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമ്മൾ അതിൽ അഭിപ്രായം പറയാൻ ആരുമല്ല. പക്ഷെ എന്നാലും എന്താണ് ഒരു കാര്യം നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊരു കാര്യം പറയുമ്പോൾ ഒരു ഔചിത്യബോധം എന്നുള്ള ഒരു സാധനം ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അച്ഛന്റെ ഒരു അവസ്ഥ. അപ്പൊ രേണുസുധി ഒരു ഭ്രാന്തി
മീഡിയ പോലെ ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് എങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഫോൺ വിളിച്ചിട്ട് ആ മീഡിയാസ് വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ട്. ഞാൻ സൈഡിൽ വെക്കാം, നിങ്ങൾ അത് കണ്ടു നോക്ക്. ൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യാണ്. ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ ഇങ്ങനെ നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, അങ്ങനെ കുറെ കുയിലുകൾ ഉള്ളത് കൊണ്ട് രേണുസുതി രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ അവരെ കാണാൻ വേണ്ടി എന്താണ് രേണുസുതിക്ക് ഒരു കാമുകനുണ്ട്. ഇനി അടുത്ത കോൺട്രവേഴ്സിയാണ് കാമുകനുണ്ട്. അത് ഇയാൾക്ക് കാമുകനുണ്ടെങ്കിലും കാമുകൻ ഇല്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ രേണുസുതിക്ക് കാമുകൻ വരും എപ്പോഴാണെന്നറിയോ? ഈ ഇൻഷുറൻസ് തുക ഫുള്ളും കിട്ടിയതിന് ശേഷം രേണുസുതി തീർച്ചയായും വിവാഹം കഴിക്കും. അപ്പോൾ രേണുസുതിക്ക് ഒരു കാമുകം ഉണ്ടാവും. ഈ ഇൻഷുറൻസ് തുക കൈ കിട്ടുന്നിടം വരെ രേണുസുതിക്ക് കാമുകനും ഉണ്ടാവത്തില്ല. അത് റിവീൽ ചെയ്യത്തുമില്ല. എന്താണ് വിവാഹവും കഴിക്കത്തില്ല. അപ്പം ഈ എപ്പോഴും കിച്ചു എന്റെ മകനാണ്, കിച്ചു എന്റെ മകനാണ്. കിച്ചുവിന്റെ ഓരോ ആറ്റിറ്റ്യൂഡിലും ഓരോ വർത്തമാനത്തിലും നന്നായിട്ട് അറിയാം. അവൻ ആ കൊല്ലം വീടും അവന്റെ പ്ലസ് അവന്റെ കൂട്ടുകാരുമാണ് അവന്റെ സ്ട്രെങ്ത്. രേണുസുതി അവന് യാതൊരു ബഹുമാനമില്ല. അവനൊരു ബാധ്യത പോലെയാണ്, ഒരു ലൈബിലിറ്റി പോലെയാണ് രേണുസുതി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നാറുള്ളത്. പിന്നെ അവൻ ഒന്ന് അറ്റാച്ച് ആയി നിൽക്കുന്നത് ആ ഋതപ്പനെ ഓർത്തിട്ടാണ്. കാരണം അവന്റെ അച്ഛന്റെ കുഞ്ഞാണ്, അവന്റെ അനിയനാണ്, അവനെ വേണം അവന്. അപ്പൊ രേണുസുതിയുടെ കുടുംബം എങ്ങനെ പോയാലും കിച്ചുവിന് ഒരു പ്രശ്നമില്ല. അപ്പം ഋതപ്പന് വേണ്ടിയിട്ടാണ് കിച്ചു എന്താണ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, ഹൈപ്പ് തീർച്ചയായും കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടവരെ ബൈ.